പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിൻ്റെ വചനം പഠിക്കാൻ ദൈവം തന്ന അനുഗ്രഹത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മനസ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് ഇല്ലെങ്കിൽ നമുക്ക് ഇനി ഉള്ള ഭാഗങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മൾ ആ പശ്ചാത്തലം ഒന്ന് ഒരുക്കുകയാണ്. നമ്മൾ ബ്രെഡ് സെക്ഷനാണ് ഇതുവരെ വിശദീകരിച്ചത്. അപ്പോൾ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനം വിശദീകരിച്ച് കഴിഞ്ഞാൽ, അപ്പത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ എന്താണ് മനസ്സിലാവുന്നത്? യേശു ആരാണെന്ന് മനസ്സിലാവും. അപ്പോൾ യേശു ആരാണെന്ന് മനസ്സിലാക്കാൻ അപ്പത്തെക്കുറിച്ചുള്ള പ്രബോധനം നമ്മെ സഹായിച്ചു. അത് സാമാന്യം നമ്മൾ ദീർഘമായിട്ട് കണ്ട ഒരു കാര്യമാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് പ്രവേശിച്ചു. അതിൻ്റെ ആമുഖം ഞാൻ പറഞ്ഞിരുന്നു. അത് എന്താണ്? അതിൻ്റെ പ്രധാനപ്പെട്ട പ്രമേയം ദ വേ ആണ്, മാർഗമാണ്, വഴിയാണ്. എന്തുകൊണ്ടാണ് അതിനെ വഴിയുടെ സെക്ഷൻ എന്ന് വിളിക്കുന്നതെന്നുള്ളത് കുറേ റെഫറൻസസ് ഞാൻ പറഞ്ഞിരുന്നു. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ജെറുസലേമിലേക്കുള്ള യാത്രയാണ്, ആ വഴിയാണ്. കെസറിയ ഫിലിപ്പിയിൽ നിന്ന്, ആ ഗ്രാമങ്ങളിൽ നിന്ന്, അതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ മാപ്പ് നമ്മുടെ മനസ്സിലുണ്ടാവണം. ഗലീലി എന്ന് പറഞ്ഞ ഒരു താഴ്ന്ന പ്രദേശമാണ്. അവിടുന്ന് ഇങ്ങനെ ഈശോ യാത്ര ചെയ്ത് കേസറിയ ഫിലിപ്പി എന്ന് പറയുന്നത് ഈ ഹെർമോൻ മലയുടെ താഴ്വാരമാണ്. അപ്പോൾ ഏതാണ്ട് ഒരു മൗണ്ടൻ ക്ലിഫിൻ്റെ താഴെയാണ് അവരെത്തുന്നത്. അപ്പോൾ നല്ല പൊക്കത്തിലെത്തി. ഇനി അവിടുന്ന് വീണ്ടും താഴെ ജെറുസലേമിലേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ അങ്ങനെ ഏതാണ്ട് ഒരു മല പോലെ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയയാണ് ഇവർ കവർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പോയി കേസറിയ ഫിലിപ്പിയിൽ വെച്ച് യേശു താൻ ആരാണെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായോ എന്ന് പരിശോധിച്ചതിന് ശേഷം അവർക്ക് കുറച്ച് മനസ്സിലായെന്ന് ഈശോയ്ക്ക് മനസ്സിലാവുമ്പോൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ജെറുസലേമിലേക്കുള്ള വഴിയെ പഠിപ്പിച്ച് മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ട വേറൊരു കാര്യം, ഇത് ഈശോയുടെ ജെറുസലേമിലേക്കുള്ള കുരിശിലേക്കുള്ള യാത്ര മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞിരുന്നു. ഇത് ശിഷ്യത്വത്തിൻ്റെ വഴിയാണ്. അതായത് യേശുവിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ അതാണ് യേശുവിനെ അനുഗമിക്കുന്നവരുടെ വഴിയും. യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വചനം വായിച്ചിരുന്നു. അതായത് അവനിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ അവൻ നടന്ന അതേ വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടിരുന്നു, കർത്താവിന് വഴി ഒരുക്കുവിൻ. ഇത് കർത്താവിൻ്റെ വഴിയാണ്. കർത്താവിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ ആരുടെ വഴിയാണ്? അച്ഛൻ്റെ വഴിയാണ്, എൻ്റെ വഴിയാണ്, നിൻ്റെ വഴിയാണ് കർത്താവിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കേണ്ട വഴി ഇതാണ്. നമ്മൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് വേറൊരു വിഷയം. പക്ഷേ നമ്മൾ ശരിക്കും നടക്കേണ്ട വഴി ഇതാണ്. അപ്പോൾ ക്രിസ്ത്യാനികളെ ആദ്യകാലത്ത് വിളിച്ചിരുന്നത് മാർഗവാസികൾ എന്നാണ്. മാർഗവാസികൾ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വഴിയെ നടക്കുന്നവർ. ഏത് വഴിയെ? യേശു നടന്ന വഴിയെ നടക്കുന്നവർ. അപ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മതമല്ല, ഒരു യാത്രയാണ്, ഒരു അനുയാത്രയാണ്, യേശുവിൻ്റെ പിന്നാലെയുള്ള യാത്രയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിനി, എനിക്ക് തോന്നുന്നു, മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ശിഷ്യത്വം എന്താണ്? ഇപ്പോൾ നീ കർത്താവിൻ്റെ രാജ്യത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു, നിൻ്റേതായൊരു ശുശ്രൂഷ ചെയ്യുന്നു. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്താണ് ഈ ശുശ്രൂഷ എന്നതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്? ഇത് മനസ്സിലാക്കാൻ ഈ ഭാഗം പഠിച്ചേ പറ്റൂ. നമ്മുടെ എല്ലാ ധാരണകളെയും തകിടം മറിക്കുന്ന കാര്യങ്ങളാണ് കർത്താവിനെ പറയാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ബോധ്യത്തോടെ, ആഗ്രഹത്തോടെ നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ ഇനി ഈ യാത്ര, ട്രാവൽ നരേറ്റീവ് എന്നാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടുവന്നില്ലെങ്കിൽ നമുക്ക് അല്പം പ്രയാസം വരും. ഇപ്പോൾ ഇത് യാത്രാ വിവരണമാണ്, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? യാത്രാ വിവരണമാണ്. ആ യാത്രാ വിവരണത്തിൽ കർത്താവ് എന്ത് പഠിപ്പിക്കുന്നു? എന്താണ് ശിഷ്യത്വം? പത്രോസിനോട്, യാക്കോബിനോട്, യോഹന്നാനോട്, അപ്പസ്തോലന്മാരോട് കർത്താവ് പറയുകയാണ്, എൻ്റെ ശിഷ്യനാവുക എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഈ ട്രാൻസിഷൻ, ഈ ബ്രെഡ് സെക്ഷനിൽ നിന്ന് ട്രാവൽ നരേറ്റീവിലേക്കുള്ള ആ ട്രാൻസിഷൻ നടക്കുന്നത് ഈ എപ്പിസോഡിലാണ്, നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഭാഗമാണ്.
കേസറിയ ഫിലിപ്പിയിൽ വെച്ച് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്. ഈ ഭാഗം അതിൻ്റെ ട്രാൻസിഷനാണ്. അടുത്തൊരു സെക്ഷനിലേക്ക് നമ്മൾ കയറുകയാണ്. അതിൻ്റെ ട്രാൻസിഷൻ എപ്പിസോഡാണ് ഇപ്പം നമ്മൾ കാണാൻ പോകുന്ന എപ്പിസോഡ്. അതാണ് അതിൻ്റെ ആദ്യത്തെ കാര്യം. ഇനി നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ആദ്യത്തെ 8 അധ്യായങ്ങൾ എന്താണ് വിവരിച്ചത്? ആദ്യത്തെ 8 അധ്യായങ്ങൾ വിവരിച്ചത് ഈശോയുടെ 2.5 വർഷത്തെ മിനിസ്ട്രിയാണ്. ഈശോയുടെ ഒരു 3.5 കൊല്ലത്തെ മിനിസ്ട്രി നമ്മൾ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ഒരു 3 വർഷത്തെ മിനിസ്ട്രി മനസ്സിലാക്കിയാൽ, ആദ്യത്തെ 2.5 വർഷം അത് ഈ 8 അധ്യായത്തിൽ കഴിഞ്ഞു. ഇനി അടുത്ത 6 മാസത്തെ മിനിസ്ട്രിയാണ് 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ. അപ്പോൾ ഈ സിനിമ കുറച്ചുകൂടെ ടൈറ്റ് ആവുകയാണ്, ടെൻസ്ഡ് ആവാൻ പോവുകയാണ്. ഈ സ്റ്റോറി കുറച്ചുകൂടെ അത് ഇൻറ്റൻസ് ഇമോഷൻസ് കൊണ്ട് നിറയാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ സാവകാശമാണ് വന്ന് ഇനി ഈ ബസ്സിൻ്റെ വേഗം കൂടാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇനി നമ്മൾ കാണാൻ പോകുന്ന ആ ഭാഗം 8-ാം അധ്യായം, ഇപ്പോൾ ആ കാണാൻ പോകുന്ന ഭാഗം കഴിഞ്ഞാൽ 8 കഴിയും. അത് കഴിഞ്ഞാൽ 9 മുതൽ 16 വരെ ഈശോയുടെ അവസാനത്തെ 6 മാസമാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്. നമ്മൾ ഇപ്പോൾ ഒരു സ്ഥലത്ത് പോകാനായിട്ട് യാത്ര തിരിച്ചു. അപ്പോൾ നമുക്ക് കുറേ സ്ഥലത്ത് പോകണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 10 ദിവസത്തെ യാത്രയാണ്. 8 ദിവസം കൊണ്ട് നമ്മൾ അതിനകത്തെ ഒരു 20% സ്ഥലങ്ങളെ കണ്ടുള്ളൂ. ഇനി ഒരു 80% സ്ഥലങ്ങൾ കാണാൻ കിടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത 2 ദിവസം നമ്മുടെ യാത്ര വളരെ വെപ്രാളത്തിലുള്ള യാത്രയായിരിക്കും, തിടുക്കത്തിലുള്ള യാത്രയായിരിക്കും. കാരണം ഈ അടുത്ത 2 ദിവസം കൊണ്ട് മാക്സിമം നമുക്ക് കവർ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ പോലെയാണ്. ഇനി ഈ കാച്ചിക്കുറുക്കിയ വാക്കുകളാണ്. ഒരൊറ്റ വാക്യം തന്നെ ചിലപ്പോൾ മാസങ്ങൾ നമുക്ക് വിശദീകരിക്കാൻ ഉണ്ടാവും. അങ്ങനെയാണ് ഇനി സുവിശേഷം മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നാൾ 2.5 വർഷത്തെ ഈശോയുടെ മിനിസ്ട്രി വിവരിച്ചു. അപ്പോൾ അത് ജോർദാനിലാണ് ആരംഭിച്ചത്. ഞാനിന്ന് ഇതെല്ലാം ഒന്ന് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്, നമ്മളിനി മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ. ജോർദാനിലാണ് ആരംഭിച്ചത്. ജോർദാനിൽ എന്ത് നടന്നു? യേശുവിൻ്റെ മാമോദീസ. അതിനുശേഷം കർത്താവ് ഗലീലി പരിസര പ്രദേശങ്ങളിൽ, യഹൂദരുടെ നാട്ടിലും വിജാതീയ ദേശത്തും, പിന്നീട് അവിടുന്ന് ഇപ്പോൾ കേസറിയ ഫിലിപ്പിയിലെത്തി. അപ്പോൾ ഇനി കേസറിയ ഫിലിപ്പിയിൽ അവരെത്തി നിൽക്കുന്നത് ഈ ഹെർമോൻ മലയുടെ അടിവാരത്തിലാണ്. നമ്മൾ ആ ലൊക്കേഷൻ ഒന്ന് പരിശോധിക്കുന്നത് ഇനിയുള്ള ഭാഗം മനസ്സിലാവാൻ സഹായിക്കും. അപ്പോൾ അതായത് ഇങ്ങനെ ജോർദാനിൽ നിന്ന് ഇങ്ങനെ വന്ന് കർത്താവ് വിശ്വസിക്കുക എവിടെത്തി? ഇപ്പോൾ ഹെർമോൻ മലയുടെ അടിവാരത്തിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഹെർമോൻ മലയുടെ പ്രത്യേകത, ജോർദാൻ നദി ആരംഭിക്കുന്നത് ഹെർമോൻ മലയിലാണ്. പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഒത്തിരി റെഫറൻസ് ബൈബിളിലുണ്ട്, പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിലെല്ലാം ഉണ്ട്. ഈ ഹെർമോൻ മലയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ നിന്ന് മഞ്ഞ് പെയ്യുന്നതിനെക്കുറിച്ച്, അവിടെ നിന്ന് നീരുറവകൾ ഒഴുകുന്നതിനെക്കുറിച്ച് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ സൂക്ഷിച്ച് കേൾക്കണം. ഈ ഹെർമോൻ മലയിലാണ് ജോർദാൻ നദിയുടെ പ്രഭവസ്ഥാനമാണ്, സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഹെർമോൻ മല. ഇനി അപ്പോൾ അതൊരു മലയാണല്ലോ, മഞ്ഞുമൂടി കിടക്കുന്ന മല. അപ്പോൾ അതിൻ്റെ അടിവാരത്തിലാണ് കേസറിയ ഫിലിപ്പി. അപ്പോൾ ഈ മലയടിവാരത്തിലുള്ള ഗ്രാമങ്ങളാണ് കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങൾ. ഇനി ഇതിൻ്റെ ഒരു ലൊക്കേഷൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഈ ഹെർമോൻ മലയിലെ മഞ്ഞ് ഉരുകി, മലയാണല്ലോ, ആ മലയിലെ മഞ്ഞ് ഉരുകി അതിനകത്തെല്ലാം ചെറിയ ക്രാക്കുകളുണ്ട്, മലയിൽ ചെറിയ വിടവുകളുണ്ട്. ആ വിടവിനകത്തേക്ക് പോവും. അപ്പോൾ വെള്ളം ഒഴുകി വെളിയിലോട്ടല്ല വരുന്നത്, ഈ മലയുടെ അകത്ത് ചെറിയ ക്രാക്കുകളുണ്ട്, വിടവുകളുണ്ട്. അതിനകത്തോട്ട് വെള്ളം ഒഴുകിപ്പോവും. എന്നിട്ട് എന്ത് സംഭവിക്കും? ഇത് ജോർദാനിലേക്ക് ഒഴുകി എത്തുന്നത് മുകളിലൂടല്ല, നദിയുടെ അടിയിലൂടാണ്. ഹെർമോൻ മലയിൽ നിന്ന് ഒഴുകി വരുന്ന ജോർദാന് ഒരു സോഴ്സ് അല്ല ഉള്ളത്. ജോർദാൻ നദിക്ക് ഏതാണ്ട് 3 സോഴ്സുണ്ട്. 3 സ്ഥലത്തു നിന്നാണ് ജലം ഒഴുകി ജോർദാൻ നദിയായിട്ട് മാറുന്നത്. ഒരു സോഴ്സാണ് ഈ ഹെർമോൻ മല. അവിടുന്ന് വെള്ളം വരുന്നത് എങ്ങനെയെന്നറിയാം? മുകളിലൂടല്ല, അടിയിലൂടാണ്. കാണാത്ത നദി, അദൃശ്യ നദി. യോഹന്നാൻ 7 കർത്താവ് പറയില്ലേ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകുമെന്ന് പറയുന്നത് കൂടാരത്തിരുന്നാളിൻ്റെ പശ്ചാത്തലത്തിലാണ്. അവിടെ കാണാൻ പാടില്ലാത്തൊരു നദി ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ. അപ്പോൾ അതാണ് ഈ അടിയിലൂടെ വെള്ളം ഒഴുകി ജോർദാൻ്റെ അടിയിൽ വരും. എന്നിട്ട് ഈ ജോർദാൻ നദിയുടെ മുകളിൽ മലയാണല്ലോ, ഈ മലയിൽ നിന്നാണ് ഈ മഞ്ഞുരുകി വരുന്നത്. അത് പക്ഷേ ഡയറക്റ്റായിട്ട് മുകളിലൂടെ വരികയല്ല, അടിയിലൂടെ വന്ന് ജോർദാൻ്റെ അടിയിൽ കയറും. ഈ മലയിലുള്ള വിടവിലൂടെ വന്ന് അകത്ത് കയറും.
അപ്പോൾ ഈ മലയിലെല്ലാം ചെറിയ ചെറിയ വിടവുകളും ഗുഹകളും ഉണ്ട്. അപ്പോൾ ഈ ഗുഹാമുഖങ്ങളിലെല്ലാം വിജാതീയ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വെച്ചിരുന്നു. കേസറിയ ഫിലിപ്പി എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം നിങ്ങൾ വരച്ചിടണം ഇപ്പം. അപ്പോൾ ജോർദാൻ ഒഴുകുന്നു, ജോർദാന് മുകളിലൊരു മല, ആ മലയിൽ വിടവുകളുണ്ട്, ആ വിടവിനകത്തൂടാണ് വെള്ളം പോകുന്നത്. അപ്പോൾ ആ ഓരോ ഗുഹയുടെയും വിടവിൻ്റെയും മുൻപിൽ, ആ വാതിലിൽ, ആ ഗുഹാമുഖത്ത് ഓരോ വിജാതീയ ദേവന്മാരുടെ വിഗ്രഹം വെച്ചിരുന്നു. അപ്പോൾ വിജാതീയ ആരാധനയുടെ സ്ഥലമായിരുന്നു ഈ കേസറിയ ഫിലിപ്പി. വിജാതീയ ദേവന്മാരെ അവിടെ ഇന്നിപ്പം നമ്മൾ കേസറിയ ഫിലിപ്പിയിലേക്ക് ചെന്നാൽ, നമ്മൾ ഇപ്പോൾ സെസേറിയ ഫിലിപ്പി എന്ന് പറഞ്ഞ് ഓട്ടോറിക്ഷ കയറി പൈസ കൊടുത്താൽ അവർക്കറിയില്ല സ്ഥലം. ഇന്ന് ആ സ്ഥലത്തിൻ്റെ പേര് ബാനിയാസ് എന്നാണ്. ബാനിയാസ് എന്ന പേര് വന്ന എന്തുകൊണ്ടാണ്? അതായത് അവിടെ ഈ കേസറിയ ഫിലിപ്പിയിൽ ഇപ്പോൾ കർത്താവ് നിൽക്കുന്ന ആ സ്ഥലത്ത് ഒരു വിജാതീയ ദേവൻ്റെ അമ്പലം ഉണ്ടായിരുന്നു. ആ വിജാതീയ ദേവൻ്റെ പേര് പാൻ എന്നാണ്. പാനിയാസ്. ആ പാനിയാസ് ആണ് ഇപ്പോഴത്തെ ബാനിയാസ് ആയിട്ട് മാറിയത്. അപ്പോൾ പാൻ എന്ന് പറഞ്ഞാൽ പകുതി ആടും പകുതി മനുഷ്യനും ഉള്ള ഒരു വിജാതീയ വിഗ്രഹമായിരുന്നു പാൻ. ആ പാനിൻ്റെ ക്ഷേത്രം മാത്രമല്ല, ഈ ഹെറോദിൻ്റെ 4 മക്കളിൽ, ഹെറോദിന് 4 പുത്രന്മാരായിരുന്നു. ഈ ഹെറോദ്, അതായത് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ഹെറോദ് ഉണ്ടല്ലോ, യേശുവിൻ്റെ ആ ഹെറോദിന് 4 മക്കളാണ്. ആ 4 മക്കളിൽ ഒരാളാണ് ഫിലിപ്പ്. ആ ഫിലിപ്പിൻ്റെ ഭാര്യയാണ് ഹെറോദ് അന്തിപ്പാസ് ഭാര്യയായിട്ട് വെച്ചിരുന്ന സ്നാപയോഹന്നാൻ വിമർശിക്കുന്നത്. അപ്പോൾ 4 മക്കളിൽ ഒരാളായ ഫിലിപ്പ് ഈ അഗസ്റ്റസ് സീസറിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി സീസറിൻ്റെ ഒരു പ്രതിമയും സ്ഥാപിച്ചു. അതുകൊണ്ടാണ് കേസറിയ ഫിലിപ്പി. ഫിലിപ്പ് സീസറിൻ്റെ ബഹുമാനാർത്ഥം ഒരു വിഗ്രഹം സ്ഥാപിച്ചതുകൊണ്ടാണ് കേസറിയ ഫിലിപ്പി എന്ന പേര് വന്നത്. അങ്ങനെയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇത് ഇൻറ്റൻസായ ഐഡൽ വർഷിപ്പിൻ്റെ സ്ഥലമാണ്. ദൈവമാണെന്ന് വിചാരിച്ച് പലതിനെയും പ്രതിഷ്ഠിച്ച ഒരു ഗ്രാമത്തിലാണ് യേശുവും ശിഷ്യന്മാരും ഇപ്പോൾ നിൽക്കുന്നത്. ലൊക്കേഷൻ, ജിയോഗ്രഫി മനസ്സിലായാലും അത് പിടികിട്ടു. ഇവിടെ വച്ചിട്ടാണ് കർത്താവ് ചോദിക്കുന്നത്, പറ, ആ ദേവൻ്റെ, ഈ ദേവൻ്റെ എല്ലാം വിഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് പറ, ഞാൻ ആരാ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ആ നഭോമണ്ഡലത്തിൽ നമ്മൾ പ്രതിഷ്ഠിച്ച 10,000 വിഗ്രഹങ്ങളുണ്ട് അല്ലേ? എൻ്റെ ഹൃദയത്തിലും നമ്മുടെ എല്ലാ ഹൃദയത്തിലുമുണ്ട് നമ്മൾ പ്രതിഷ്ഠിച്ച വിഗ്രഹങ്ങൾ. ആ വിഗ്രഹങ്ങളുടെ എല്ലാം മുമ്പിൽ നമ്മളെ നിർത്തിയിട്ടാണ് കർത്താവ് ചോദിക്കുന്നത്, പറ, ഞാൻ ആരാ നിനക്ക്? ഇവരൊക്കെ താഴെയാണോ മേളിലാണോ? അപ്പോൾ ഈ ചോദ്യമാണ്. പോട്ടെ. അപ്പോൾ ഇങ്ങനെ ഈ ഹെർമോൻ മലയുടെ അടിവാരത്തിലെ വിള്ളലുകളിലൂടെ ഒഴുകി ഇറങ്ങുന്ന ആ നദി, അവിടെ ആ നദിയുടെ ആ ഗുഹാമുഖങ്ങളിൽ വിജാതീയ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ. അപ്പോൾ പ്രധാനമായിട്ടും പാനിൻ്റെ വിഗ്രഹം, ഈ കേസറിയ ഫിലിപ്പി എന്ന് പേര് വരാൻ കാരണമായ സീസറിൻ്റെ വിഗ്രഹം. അപ്പോൾ ഇങ്ങനെ വിജാതീയ ദേവന്മാരെ പശ്ചാത്തലമാക്കിക്കൊണ്ട് കർത്താവ്, നമുക്ക് ആ ഭാഗം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം മുതൽ. യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപയോഹന്നാൻ എന്നും, മറ്റു ചിലർ ഏലിയ എന്നും, ചിലർ പ്രവാചകന്മാരിൽ ഒരുവൻ എന്നും പറയുന്നു. അവൻ ചോദിച്ചു, എന്നാൽ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? പത്രോസ് മറുപടി പറഞ്ഞു, നീ ക്രിസ്തുവാണ്. തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് ഈശോ ചോദിക്കുകയാണ്, ഈ പശ്ചാത്തലത്തിൽ ശിഷ്യന്മാരെ നിർത്തിയിട്ട് ചോദിക്കുകയാണ്, 2.5 വർഷം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ 2.5 വർഷം നിങ്ങൾ ഞാൻ ആരാണെന്ന് എൻ്റെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും മനസ്സിലാക്കി. കർത്താവ് ചോദിക്കുകയാണ്, പറ, ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ അവർ കുറേ ഉദാഹരണം പറഞ്ഞു. ഏലിയ എന്ന് പറഞ്ഞു, സ്നാപയോഹന്നാൻ എന്ന് പറഞ്ഞു, പ്രവാചകന്മാരിൽ ഒരുവനെന്ന് പറഞ്ഞു. അടുത്ത ചോദ്യം കർത്താവ് പറയുന്നത്, ജനത്തിന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ക്ലിയറായി, ജനത്തിന് ഞാൻ ആരാണെന്ന് മനസ്സിലായിട്ടില്ല. തൊട്ട് മുമ്പത്തെ അധ്യായം മുഴുവൻ താൻ ആരാണെന്ന് യേശു വെളിപ്പെടുത്തുകയായിരുന്നു.
ബ്രെഡ് സെക്ഷനിലൂടെ, പക്ഷെ മനസ്സിലായിട്ടില്ല. അപ്പോൾ അപ്പസ്തോലന്മാരോട് കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങൾ പറ, ഞാൻ ആരാണെന്നാണ് നിങ്ങൾക്ക് മനസ്സിലായത്? ഉടനെ അവിടെ അപ്പസ്തോലനായ പത്രോസ് ആരുടെ റെപ്രസെൻറ്റേറ്റീവാണ്? ശിഷ്യന്മാരുടെ മുഴുവൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കുകയാണ്. ശിഷ്യന്മാരുടെ മുഴുവൻ പ്രതിനിധിയായിട്ട് നിന്നുകൊണ്ട് അപ്പസ്തോലനായ പത്രോസ് പറയുകയാണ്, നീ ആരാണ്? നീ ക്രിസ്തുവാണ്. അപ്പോൾ നമുക്ക് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായെന്ന് മത്തായിയുടെ വെർഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മർക്കോസ് പറയുന്നത് മാത്രം വെച്ച് നമുക്ക് വ്യാഖ്യാനിച്ച് വേണം മുന്നോട്ട് പോകാൻ. കാരണം മർക്കോസിന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ആശയം വ്യക്തമാക്കാൻ മർക്കോസ് ചില കാര്യങ്ങൾ ആഡ് ചെയ്യും, ചിലത് ഒമിറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നീ ക്രിസ്തുവാണ്, അത്രയേ ഉള്ളൂ. ഉടനെ ഈശോ മർക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് മർക്കോസ് അത് രേഖപ്പെടുത്തിയിട്ടില്ല. മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥന, അതൊന്നും മർക്കോസ് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ മർക്കോസ് ശരിക്കും ഇത്ര മാത്രമേ ഉള്ളൂ. കാരണം നമുക്കത് മതി. ഇവിടെ മർക്കോസ് വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ മുഖം മനസ്സിലാവാൻ ഇത് മാത്രം മതി. നീ ആരാണ്? ക്രിസ്തുവാണ്. അപ്പോൾ ആ ഉത്തരം പത്രോസ് പറയുകയാണ്, നീ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ പേര് വേറൊരു വാക്ക് പറഞ്ഞേ. ക്രിസ്തു എന്നതിന് വേറൊരു വാക്ക് പറ. യേശു അല്ല. ക്രിസ്തു എന്നതിന് വേറൊരു വാക്ക്. മിശിഹ. മിശിഹ മിശിഹ എന്ന വാക്കിൻ്റെ ഗ്രീക്ക് ഫോമാണ് ക്രിസ്തു. എന്താണ് അതിൻ്റെ അർത്ഥം? അഭിഷിക്തൻ. അപ്പം നീ അഭിഷിക്തനാണ്, നീ മിശിഹായാണ് എന്ന് പറഞ്ഞാൽ ക്ലിയറായിട്ട് പ്ലെയിനായിട്ട് പറഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ട് ഇസ്രായേൽ ജനം പ്രതീക്ഷിച്ചിരുന്ന മിശിഹ നീയാണ്. കുറച്ച് മനസ്സിലായിട്ടുണ്ട്. കർത്താവിന് അത്ര ആശ്വാസമുണ്ട്. അപ്പോൾ ഇവിടെ സാമുവേലിൻ്റെ 2-ാം പുസ്തകം 7-ാം അധ്യായത്തിൽ എടുത്ത് വായിക്കണ്ട, 2 സാമുവേൽ 7-ാം അധ്യായത്തിൽ ദാവീദിനോട് ദൈവം ഒരു പ്രവചനം നടത്തുന്നുണ്ട്. നിൻ്റെ സന്തതി എന്നേക്കും നിലനിൽക്കുന്ന ഒരു രാജാവ് നിൻ്റെ വംശത്തിൽ വന്ന് പിറക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവില്ല. ഇതാണ് ഗബ്രിയേൽ മാലാഖ വീണ്ടും മാതാവിനോടൊന്ന് പറയുന്നത്. ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവിന് കൊടുക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവില്ല എന്ന് പറയുന്ന ആ വാഗ്ദാനം അനുസരിച്ചുള്ള മിശിഹ നീയാണ്. പത്രോസിന് അത്രയും മനസ്സിലായി. നീ ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കേണ്ടത്, ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഒരാൾ അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ അഭിഷിക്തന്മാരാരൊക്കെയായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ? പ്രവാചകൻ, പ്രോഫറ്റ് അഭിഷിക്തനായിരുന്നു. വേറെ രാജാവ് അഭിഷിക്തനായിരുന്നു, അനോയിൻറ്റഡ് വൺ ആണ് രാജാവ്. പുരോഹിതൻ. അപ്പോൾ മിശിഹ വരും എന്നൊരു നൂറ്റാണ്ടുകളായിട്ട് ഇവർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതീക്ഷയിൽ അവരെന്താണ് വിചാരിച്ചിരുന്നതെന്നറിയാമോ? ആരായിരിക്കും മിശിഹ? കുറേ ആളുകൾ വിചാരിച്ചിരുന്നു ഒരു രാജാവായിരിക്കും. അപ്പോൾ ദാവീദിൻ്റെ രാജപരമ്പരയിൽ പിറന്നു വീഴുന്ന ഒരു രാജാവായിരിക്കും. ആ രാജാവ് എന്ത് ചെയ്യും? റോമാക്കാരുടെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കും. ഇതായിരുന്നു മിശിഹായെക്കുറിച്ചുള്ള അവരുടെ ഒരു പ്രതീക്ഷ. ചില ആളുകൾ വിചാരിച്ചിരുന്നു അഹറോൻ്റെ ഗോത്രത്തിൽ പിറക്കാൻ പോകുന്ന ഒരു പ്രധാന പുരോഹിതനായിരിക്കും മിശിഹ. അവൻ വന്നിട്ട് ആത്മീയമായ കാര്യങ്ങളിലെല്ലാം ഉണർവുണ്ടാക്കി അടിമത്തത്തിൽ നിന്ന് നാച്ചുറലി ഈ റോമൻ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കും. ചില ആളുകൾ വിചാരിച്ചിരുന്നു അവനൊരു സൂപ്പർ ഹ്യൂമൻ ബീങ് ആയിരിക്കും മിശിഹ. അപ്പോൾ ഇങ്ങനെ പല പ്രതീക്ഷകൾ മിശിഹായെക്കുറിച്ചുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, നസറത്തിൽ ഒരു ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ ജനിച്ച് രോഗികളെയൊക്കെ സുഖപ്പെടുത്തി പിശാചുകളെയൊക്കെ ബഹിഷ്കരിച്ച് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു യഹൂദ റബ്ബി ആയിരിക്കും മിശിഹ എന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും, വിദൂര സ്വപ്നങ്ങളിൽ പോലും അവർ ചിന്തിച്ചിരുന്നില്ല. ഇതാണ് കർത്താവിന് ഇത്രയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നതെന്ന് മനസ്സിലാക്കി കൊടുക്കാൻ. കാരണം അവരുടെ മനസ്സിലുള്ള മിശിഹ സങ്കല്പം ഇതല്ല. ഇങ്ങനത്തെ ഒരു മിശിഹായല്ല അവർ പ്രതീക്ഷിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു ധാരണ അനുസരിച്ച് ഇപ്പോൾ നമ്മളാണെങ്കിലും പലപ്പോഴും നമുക്കങ്ങനെ ഒരു ടെംപ്ടേഷൻ വരാം. അതായത് ഈ ഹൈഡ് ചെയ്യാൻ ആർക്കാണ് ഇഷ്ടം? എല്ലാവർക്കും പുറത്ത് നിൽക്കാനല്ലേ ഇഷ്ടം. ഇപ്പോൾ ലൈറ്റിൻ്റെ മുമ്പിൽ നിൽക്കാനല്ലേ എല്ലാവർക്കും ഇഷ്ടം. പുറകിൽ പോകാനോ ആർക്കും ഇഷ്ടമില്ലല്ലോ. അപ്പോൾ ദൈവം ഒരാളോട് പറയുകയാണ്, നമുക്ക് ചിലപ്പോൾ ഭയങ്കര അത്ഭുതം തോന്നി. എസക്കിയേലിനോട് ദൈവം പറയുന്നുണ്ട്, മനുഷ്യപുത്ര, നിൻ്റെ നാവ് ഞാൻ അണ്ണാക്കിനോട് ഒട്ടിക്കാൻ പോവാണ്. ഇനി നീ ഒരു 2-2.5 വർഷത്തേക്ക് ഒന്നും മിണ്ടണ്ട. ദൈവത്തിൻ്റെ വഴികൾ അങ്ങനാ.
ഒരു പ്രവാചകൻ ചിലപ്പോൾ പ്രവചിക്കുന്നതിനേക്കാളും പവർ നാവ് അടക്കുന്നതിനകത്തായിരിക്കും. നമുക്കറിയില്ല അത്, കാരണം നമ്മുടെ ധാരണ അങ്ങനെ അല്ലല്ലോ, അല്ലേ? ഈ ലോകം നിൽക്കുന്നത് ജയിക്കുന്നവരുടെ കൂടാണ്, ദൈവം നിൽക്കുന്നത് വിശ്വസ്തരുടെ കൂടാണ്. വ്യത്യാസമുണ്ട്. ലോകം പ്രതീക്ഷിക്കുന്നത് വിജയമാണ്. മദർ തെരേസ പറഞ്ഞില്ലേ, ഞാൻ വിജയിക്കണമെന്നല്ല, ഞാൻ വിശ്വസ്തയായി കാണപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അവർ പ്രതീക്ഷിച്ചിരുന്ന മിശിഹ ഇതല്ല. സി ദ ടൈപ്പ് ഓഫ് മെസ്സിയാനിക് ഐഡൻറ്റിറ്റി, അല്ലെ ദ ടൈപ്പ് ഓഫ് മെസ്സയ അവർ കൺസീവ് ചെയ്തത് ഇങ്ങനെ ഒരാളല്ല. ഇതാണ് ഈശോ അനുഭവിച്ചൊരു സ്ട്രഗിൾ. എങ്ങനെ ഇവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും, ഇതാണ് മിശിഹ. ഇനിയും മനസ്സിലായിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ സ്റ്റേജിൽ കർത്താവിന് ഒരു ദീർഘനിശ്വാസം വിടാം. എന്താ? പത്രോസിന്, അറ്റ്ലീസ്റ്റ് പത്രോസിന് മനസ്സിലായി, ഞാൻ നൂറ്റാണ്ടുകളായി ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്ന ക്രിസ്തുവാണ് ഞാനെന്ന് പത്രോസിന് മനസ്സിലായി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോൾ ഇത് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം അനുസരിച്ച് തന്നെ പോകണം. നീ ക്രിസ്തുവാണ്. അടുത്ത സെൻറ്റൻസ് ഇതാണ്, തന്നെക്കുറിച്ച് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. അതെന്തിനാണ്? ഇത്രയും വലിയൊരു വെളിപാട് അപ്പസ്തോലന്മാർക്ക് കിട്ടാൻ കാത്തിരിക്കുകയല്ലായിരുന്നു ഈശോ. പിന്നെന്തിനാ ഇത് പറയരുതെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഇത് പറയരുതെന്ന് പറയുന്നത്? പറയരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, ഇവർക്കിപ്പോൾ എന്താ മനസ്സിലായത്? യേശു മിശിഹായെന്ന് മനസ്സിലായി. പക്ഷെ ഇനി മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? ഒന്ന്, എന്താണ് ഈ മിശിഹ ചെയ്യാൻ പോകുന്നത്? അത് മനസ്സിലായിട്ടില്ലല്ലോ. ഇപ്പോഴും അവർ വിചാരിച്ചിരിക്കുന്നത് റോമൻ ഭരണകൂടത്തെ അട്ടിമറിക്കുമെന്നാണ്. അത് മനസ്സിലായിട്ടില്ല. രണ്ടാമത്തെ കാര്യം, എങ്ങനെയാണ് ഇയാളിത് ചെയ്യാൻ പോകുന്നത്? എന്താണ് ഈ മിശിഹായുടെ ദൗത്യം? എങ്ങനെയാണ് ആ ദൗത്യം പൂർത്തീകരിക്കാൻ പോകുന്നത്? വാളുമായിട്ട് ചെന്നാണോ? കുന്തമെറിഞ്ഞിട്ടാണോ? ബോംബിട്ടിട്ടാണോ? അതിനെക്കുറിച്ച് വ്യക്തതയില്ലല്ലോ. കുരിശേ കയറിയിട്ടാണെന്ന് അറിയാവോ? ഇപ്പം അറിയില്ല, കാരണം തൊട്ടടുത്ത എപ്പിസോഡ് വായിക്കുമ്പോൾ അറിയാം. മനസ്സിലായിട്ടില്ല അത്. അപ്പോൾ മിശിഹ, എന്താണ് മിശിഹായുടെ ദൗത്യം എന്നത് മനസ്സിലായിട്ടില്ല. എങ്ങനെയാണ് മിശിഹ അത് പൂർത്തീകരിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ ധാരണ മനസ്സിലാവാത്തതുകൊണ്ട് പറയുകയാണ്, ഈ സ്റ്റേജിൽ മിണ്ടണ്ട, ഇപ്പം ഇതാരോടും പറയണ്ട. കുറച്ചുകൂടെ ഈ വഴിയിൽ വെച്ച് ഞാൻ പഠിപ്പിച്ച് തന്നതിന് ശേഷം, എൻ്റെ മരണത്തിന് ശേഷം, ഞാൻ ഉയർത്തതിന് ശേഷം, ഞാൻ സ്വർഗാരോഹണം ചെയ്തതിന് ശേഷം, പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടതിന് ശേഷം ലോകത്ത് എല്ലായിടത്തും പോയി ഇത് പറയണം. ഇപ്പോൾ പറയണ്ട. കണ്ടോ? അപ്പോൾ ആ മച്യൂരിറ്റി കംപ്ലീറ്റ് അല്ല, അതാ പറയുന്നത്. ഇപ്പോൾ പറയണ്ട. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് രഹസ്യമായിട്ട് വെക്കാൻ പറയുന്നത്. അപ്പോൾ മിശിഹായുടെ ദൗത്യം ഒരു രാഷ്ട്രീയ അട്ടിമറി അല്ല, പാപ സാമ്രാജ്യത്തെ തകർക്കുകയാണ്. അത് ഇവർക്ക് മനസ്സിലായി. ഈ സ്റ്റേജിൽ അപ്പോസ്തലന്മാർക്ക് നമ്മളിത് വായിക്കുമ്പോൾ ഡിഫിക്കൽറ്റി ഏതെന്നറിയോ? നമ്മളിപ്പോൾ ഈ 2021 നമുക്ക് മനസ്സിലായ എല്ലാ രഹസ്യങ്ങളുടെയും വെളിച്ചത്തിലാണ് മർക്കോസ് വായിക്കുന്നത്. അതുകൊണ്ട് നമുക്കിതിനകത്തൊരു ഒരു ക്യൂരിയോസിറ്റി വരില്ല. പക്ഷെ നിങ്ങളതാലോചിച്ച്, നമ്മുടെ മനസ്സിലുള്ള എല്ലാ ധാരണയും നമ്മൾ മാറ്റിയിട്ട് ഫ്രഷായിട്ട് മാർക്ക് വായിച്ചു നോക്കിയാൽ അന്നേരം നമുക്ക് ആ ടെൻഷൻ പിടികിട്ടും. ഈ അപ്പസ്തോലന്മാർ, കാരണം നമുക്കിപ്പോൾ അറിയാം ഈശോ ദൈവമാണെന്നറിയാം, ഈശോ മിശിഹായാണെന്നറിയാം, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് നമ്മൾ പറയുന്ന ആളുകളാണ്. അപ്പം നമുക്കിതെല്ലാം അറിയാവുന്നത് കൊണ്ട് ഈ പറയുന്ന കാര്യത്തിൻ്റെ ഒരു ടെൻഷൻ, ഈ ടെക്സ്റ്റിൻ്റെ ഒരു ടെൻഷൻ നമുക്ക് പിടിയിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അപ്പസ്തോലന്മാരെ സംബന്ധിച്ച് ഇതൊക്കെ ബോംബാണ്, ഞെട്ടിക്കുന്ന ബോംബുകളാണ്. കാരണം മിശിഹ എന്നിട്ട് പറയേണ്ടത് ആരോടും പറയണ്ട. ഒന്ന് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. മിശിഹായുടെ യാത്ര കുരിശിലേക്കാണെന്ന് കർത്താവ് പറയാൻ പോവുകയാണ്. ഈ മിശിഹ ആരാണെന്ന് ഇനി വെളിപ്പെടുത്താൻ പോവുകയാണ്. ഈ മിശിഹായുടെ ദൗത്യം എന്താണെന്ന് വെളിപ്പെടുത്താൻ പോവുകയാണ്. അതെങ്ങനെയാണ് പൂർത്തിയാക്കാൻ പോകുന്നത് വെളിപ്പെടുത്താൻ പോവുകയാണ്. കർത്താവേ, ഈ ദൈവിക രഹസ്യങ്ങളെല്ലാം അങ്ങ് കാണുന്നത് പോലെ കാണാനും അങ്ങ് മനസ്സിലാക്കുന്നത് പോലെ മനസ്സിലാക്കാനും ഞങ്ങൾക്ക് കൃപ തന്ന് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.